അപ്പോൾ ഇന്ന് ഞാൻ ജോലിക്കിടെ ഒരാൾ ചൂണ്ടയിടുന്നതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ അറിയുന്ന ആളാണ്, ശശിയേട്ടൻ ആണ്, നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. ശശിയേട്ടൻ മണ്ണിര കോർത്തുകൊണ്ടിരിക്കുകയാണ്. 2 മണ്ണിര വെച്ചാണ് ശശിയേട്ടൻ കോർക്കുന്നത്. അത് പെട്ടെന്ന് മീനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഫുൾ ഇര ഇങ്ങനെ ഇടും. ഇവിടെ ചെറുമീൻ്റെ ശല്യം വളരെ കുറവാണ്. ഇതിങ്ങനെ ഫുൾ ഇര ഇട്ട് പിടച്ചുകൊണ്ടിരിക്കുമ്പോൾ വരാൽ, ചേറ്, ഗോൾഡ് ഫിഷ്, സിലോപ്പി, അങ്ങനെ പലതരം മീനുകളും ഈ ചൂണ്ട വന്നെടുക്കും. അപ്പോൾ ശശിയേട്ടൻ നിലവിൽ ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട്. അധികം നേരം താമസിക്കേണ്ട വരില്ല, അതിനിപ്പുറം മീൻ കിട്ടും. അപ്പോൾ ശശിയേട്ടൻ്റെ ചൂണ്ടയിൽ ഒരു മീൻ കൊത്തിയിട്ടുണ്ട്. ശശിയേട്ടൻ വലിക്കുന്നുണ്ട്. ആവറേജ് കുഴപ്പമില്ലാത്ത സൈസ് ഒരു സിലോപ്പിയാണ്. ഒരു 7 എണ്ണം 1 കിലോ വരുന്ന സിലോപ്പിയാണ് ഒരെണ്ണം കിട്ടിയിരിക്കുന്നത്. ശശിയേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഈ മീൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നേരമേ വന്നിട്ടുള്ളൂ ശശിയേട്ടൻ. ശശിയേട്ടൻ്റെ മുഖത്ത് സന്തോഷം കണ്ടോ മീൻ കിട്ടിക്കഴിഞ്ഞപ്പോഴല്ലേ? ശശിയേട്ടനോട് ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മുടെ ശശിയേട്ടൻ മീനെ ഇടുന്ന ഒരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു കമ്പടിച്ച് താത്തി അത് കോറാമ്പൽ കെട്ടി വള്ളിയിൽ കെട്ടി ഇടുകയാണ് ശശിയേട്ടൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കമ്പ് വള്ളിയുടെ അറ്റത്ത് കെട്ടി അത് ചെകിളിയിലൂടെ കോർത്ത് വായിലൂടെ എടുത്ത് മീനെ വെള്ളത്തിലിട്ട് ജീവനോടെ ഇടുകയാണ് ശശിയേട്ടൻ ചെയ്യുന്നത്. ഇതൊക്കെ വളരെ പണ്ട് കാലം തൊട്ടേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ശീലിച്ചു വന്നിരുന്ന ശീലങ്ങളാണ്. നമ്മളാണിപ്പോൾ കൊല്ലി അല്ലെങ്കിൽ മീൻകൂട അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ മീനെ ഇട്ട് ജീവനോടെ വെക്കുന്നത്. അതാണ് ശശിയേട്ടൻ ഇന്ന് കിട്ടിയേക്കുന്ന മീൻ. ആവറേജ് ഒരു 1 കിലോ അടുത്തുണ്ട് ആ മീൻ മൊത്തം. അത്യാവശ്യം സൈസുള്ള സിലോപ്പി അതിൻ്റെ അടിയിലുണ്ട്. ശശിയേട്ടന് വേറെ മീൻ കിട്ടിയിട്ടുണ്ട്.